പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ യേശുനാഥൻ ഒരിക്കൽ കൂടി അനുവദിച്ചിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. പ്രിയ സഹോദരനെ, നമ്മൾ ഇന്നലെ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് അല്പം ക്ലാസ് നമ്മൾ കേട്ടു. എന്നാൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ക്ലാസ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്പസമയങ്ങൾക്ക് മുമ്പ് എന്നോട് സംസാരിച്ചതുപോലെ എനിക്ക് ഉള്ളിലൊരു പ്രചോദനം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വശങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്ന് വായിച്ചു നോക്കുമ്പോഴാണ് അതിനകത്ത് എനിക്ക് പറയുവാൻ തക്കവിധമുള്ള കുറേ നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ രഹസ്യങ്ങളുടെ ചില വചനങ്ങൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള ചില വാക്കുകൾ സൂക്ഷ്മമായി പഠിച്ചാൽ, ഒന്ന്, ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ആകാശത്തിന് കീഴേ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും എന്നൊരു ജഡം എന്നൊരു വാക്ക് കർത്താവ് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ലോകം, നോഹയുടെ പെട്ടകം ഉൽപ്പത്തി 6:13 കർത്താവ് പറയുന്ന ഒരു വചനം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഉൽപ്പത്തിയുടെ കാലഘട്ടം മുതലേ ഉള്ള അധർമ്മം വളരെ ശക്തമായി അതിൻ്റെ മറ്റൊരു തലത്തിൽ കൂടെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് സംസ്കരിച്ച് അധർമ്മത്തെ പല വിധത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച് അതിനെ ഏത് രീതിയിലും മനുഷ്യനെ കൊല്ലാം, നശിപ്പിക്കാം, ഭ്രൂണഹത്യകൾ ചെയ്യാം തുടങ്ങിയ രീതിയിൽ അതിൻ്റെ വിവിധ രൂപത്തിലുള്ള അധർമ്മം, ദുഷ്ടത ഇന്ന് പെരുകി അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഓരോ വാക്കുകൾ നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. അതായത് വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. അവിടെ ഒരു 40 ദിനത്തെക്കുറിച്ച് വ്യക്തമായ സർവശക്തനായ പിതാവായ ദൈവം എഴുതി വെച്ചെങ്കിൽ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം വെളിപാട് ഗ്രന്ഥം അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ലോകത്തിൻ്റെ അവസാനത്തിലും എന്താണ് സംഭവിക്കുന്നത് ഈ 40 ദിവസത്തെക്കുറിച്ചും കർത്താവ് എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ജഡ മനുഷ്യൻ, ജഡീകമായ ജഡമുള്ള എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇല്ലാത്ത ശരീരത്തെയാണ് ജഡം എന്ന് പറയുന്നത്. മരണത്തിന് വിധേയമായതും മരണത്തിലൂടെ പാതാളത്തിലേക്ക് മാറ്റപ്പെടുന്നതുമായ ശരീരഘടനയുള്ള ജീവികളെ, അതായത് മൃഗത്തിന് ജഡം എന്ന് പറയാം. മൃഗത്തിൻ്റെ ശരീരത്തിൻ്റെ അതേപോലെ മനുഷ്യൻ്റെ ശരീരവും ജഡരൂപം പ്രാപിക്കുന്ന രീതിയിൽ ജീവിച്ച് ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നതിനാണ് ജഡരൂപം എന്ന് പറയുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആകാശത്തിന് കീഴേ ജീവശ്വാസമുള്ള എല്ലാ ജഡത്തെയും ഞാൻ നശിപ്പിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് ജന്മം നൽകി വിശുദ്ധി പ്രാപിച്ച് തിരുവചനം ശ്രവിച്ച് പരിശുദ്ധാത്മാവിനെ നൽകിക്കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ശരീരം ജഡസ്വഭാവത്തിൽ നിന്ന് ആത്മശരീരമായിട്ട് മാറ്റപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ നാം ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യനായി മാറണമെന്നും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് കൗദാശിയുടെ തലങ്ങൾ നൽകിയത് എന്നും പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്നും തിരുവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മജ്ഞാനവും നേടി ആ ആത്മാവിനെ ഞാൻ ഹൃദയത്തിൽ സംക്ഷിപ്തമായി സൂക്ഷിച്ചു വെച്ച് എൻ്റെ ജഡസ്വഭാവത്തെ എടുത്തുമാറ്റി ആത്മാവ് നിറഞ്ഞൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുത്തി കുറുദോസ്കാരൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ജഡികരല്ല, ഇനിമേൽ ആത്മാവിൽ നിറഞ്ഞവരാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ വചനത്തിലൂടെ കടന്നു വന്ന് ആത്മശരീരമുള്ള, ആത്മീയ സ്വഭാവമുള്ള, ആത്മാവിൽ നിറഞ്ഞ, ജഡത്തെ മാറ്റിവെച്ച ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടണമെന്നും കർത്താവ് പഠിപ്പിച്ചു തന്നു. എങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇനി യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ജഡസ്വഭാവമുള്ള മനുഷ്യനായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ മനുഷ്യനെയും ദൈവം ഇതുപോലെ നശിപ്പിച്ച് കളയുമെന്നും, എന്നാൽ ആത്മസ്വഭാവമുള്ള ആത്മീയ മനുഷ്യൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഈ ലോകത്തിൽ ഉള്ള നാശത്തിന് വിട്ടുകൊടുക്കാൻ ഉള്ളത് അല്ല എന്നും, അത് എൻ്റെ സ്വന്തമായും സ്വന്തം ജനതയും രാജീയ വംശത്തിൽപ്പെട്ടതും തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതും
പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും മോചനം പ്രാപിച്ചതും വിശ്വാസവും വിശുദ്ധിയും വർദ്ധിച്ച് സദ്ഫലങ്ങൾ ചൂടി ഈ ലോകത്ത് ജീവിച്ച സാക്ഷ്യമായി, ക്രിസ്തുവിന് സാക്ഷ്യമായി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറിയ വ്യക്തിയാണ് എന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഒരു മരണം ഇല്ല, ഒരു നാശം ഇല്ല എന്ന് കർത്താവ് പറയണം. അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്താണ് കർത്താവ് പറഞ്ഞത്? ഇങ്ങനെ കർത്താവ് പറഞ്ഞത്, ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരുന്നു, അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഭൂമിയോട് കൂടി തന്നെ ഞാൻ അവയെ നശിപ്പിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പരമപരിശുദ്ധനും സർവശക്തനും നിത്യപ്രകാശവും നിത്യജീവനും ആയ പ്രപഞ്ച സൃഷ്ടാവായ പരമശക്തനായ സർവശക്തനായ ദൈവം യാഹ്വേ എന്ന ആ ദൈവം പറയുകയാണ്, ഇനി അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഭൂമിയോട് കൂടി തന്നെ ഞാൻ അവയെ നശിപ്പിക്കും. അതേ വചനം വെളിപാട് ഗ്രന്ഥത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? സഫാനയുടെ പുസ്തകത്തിൽ പറയുന്നത്, ഈ ലോകത്തിലെ ജനത്തെ ഞാൻ പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ, ഉണ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണെന്നും മണ്ണിൽ നിന്നാണെന്നും നാം കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ മണ്ണിനെ നിർമ്മാർജ്ജനം ചെയ്യുക, ഇല്ലായ്മയിൽ ചെയ്യുക, ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ മണ്ണിനെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിത്യശൂന്യമായ അവസ്ഥ, മണ്ണിനെ അഗ്നിയാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുമെന്ന് സഫാനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വെളിപാടിൽ വരുമ്പോൾ പഴയ ആകാശത്തെയും പഴയ ഭൂമിയെയും ഞാൻ മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജീവിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, തിരുവചനം സ്വീകരിച്ച മനുഷ്യൻ, തിരുലിഖിതം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മനുഷ്യൻ, തിരുത്വം തിരുശരീരവും ഹൃദയപൂർവ്വം വിശുദ്ധിപൂർവ്വം ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ച് ആത്മാവിനെ പരിശോധിച്ച് ഹൃദയത്തെ പരിശോധിച്ച് ബുദ്ധിയെ പരിശോധിച്ച് ഇന്നലെ ചെയ്തതെന്താണ്, ഇന്നലെ കണ്ടതെന്താണ്, ഇന്നലെ കേട്ടതെന്താണ്, ഇന്നലെ എൻ്റെ ഹൃദയത്തിനും ആത്മാവിനും മനസ്സിനും സന്തോഷം തരുന്നതാണോ, സമാധാനം തരുന്നതാണോ, ലോകസുഖം തരുന്നതാണോ, ജഡമോഹത്തെ ഉത്തേജിപ്പിക്കുന്നതാണോ, എന്താണ് കണ്ടത്, എന്താണ് കേട്ടത്, എന്തും കൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഏതാത്മാവാണ് ഇരിക്കുന്നത്? വെളിപാട് 18:3 പറയുമ്പോൾ അശുദ്ധവും ബീവത്സമായ സകല പക്ഷികളുടെയും തവളമായി എന്ന് പറയുമ്പോൾ ഏത് ദുരാത്മാവിൻ്റെ പക്ഷിയാണ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കണ്ടറിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമനുസരിച്ചാണോ അല്ലയോ എന്ന് പരിശോധിച്ചറിഞ്ഞ് വേണം നീ നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാൻ. വിശുദ്ധ ലിഖിതങ്ങളെ ശ്രദ്ധിക്കാതെ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നാൽ നീ ചെയ്യേണ്ടത് എന്താണ്? ആ തിരുശരീരം തിരുത്വം ഭക്ഷിക്കാനുള്ള യോഗ്യത എൻ്റെ ആത്മാവിന് എൻ്റെ ശരീരം ഉണ്ടോ ഇത് പരിശോധിച്ചിട്ട് വേണം ദേവാലയത്തിലേക്ക് കയറി ചെല്ലാൻ. അല്ലെങ്കിൽ കർത്താവ് പറയാണ്, നിന്നെയും നിന്റെ ജഡത്തെയും ഞാൻ ഭൂമിയോട് കൂടി നശിപ്പിക്കും. ആ വചനം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം പറഞ്ഞത് പ്രിയ സഹോദരനെ. ഇനി ഒരു ഭൂമിയോട്, ഈ പ്രപഞ്ചത്തോട് സർവശക്തനായ ദൈവം, പിതാവായ ദൈവം യാഹ്വേ, ദൈവം എന്ന് പറയുമ്പോൾ പോലും എന്നോട് ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ പറയുന്നതാണ്, ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം എന്ന വാക്ക് പോലും നീ പറയരുത്. കാരണം ദൈവം എല്ലാവർക്കുമുണ്ട്. ഹൈന്ദവ മതത്തിൽ അവരുടെ ദൈവമുണ്ട്, ഇസ്ലാം മതത്തിൽ അവരുടെ ദൈവമുണ്ട്, ജൈന മതത്തിൽ അവരുടെ ദൈവമുണ്ട്, യഹൂദ മതത്തിൽ അവരുടെ ദൈവമുണ്ട്, ക്രിസ്തു മതത്തിൽ അവരുടെ ദൈവമുണ്ട്. ഇപ്പോഴത്തെ ഏതാണ് ദൈവം? അവിടെ പിതാവായ ദൈവത്തെ പുറമെ യാഹ്വേ എന്ന് പറയണം, പിതാവായ ദൈവം, അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയണം. കർത്താവ് എന്നോട് അരുളി ചെയ്തു എന്ന് പഴയ നിയമഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്നോട് അരുളി ചെയ്തു. അപ്പോൾ കർത്താവ് എന്ന വാക്ക് മറ്റ് നിയമഗ്രന്ഥങ്ങളിൽ മറ്റ് മതഗ്രന്ഥങ്ങളിൽ ഉണ്ടാവണമെന്നില്ല. ഒന്നെങ്കിൽ യാഹ്വേ അല്ലെങ്കിൽ കർത്താവ്. അപ്പം നമുക്ക് കർത്താവെ എന്ന് വിളിക്കാം, കർത്താവായ ദൈവമേ, അത് രണ്ടു കൂടി ചേർത്തു, അല്ലെങ്കിൽ യാഹ്വേ. അപ്പം യാഹ്വേ എന്ന ദൈവം ആണ് യഥാർത്ഥ ദൈവമെന്ന് ഇന്നും ലോകത്തിരിക്കുന്ന എല്ലാവർക്കും ആണ്. പക്ഷേ അവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താ പറയുന്നത്? ലോകം അധർമ്മം കൊണ്ട് നിൽക്കുന്നത്, അതുകൊണ്ട് ഭൂമിയോട് കൂടി ഞാൻ നശിപ്പിക്കും എന്ന് കർത്താവ് പറയുകയാണ്. ഇനി അതിൽ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജലപ്രളയം അങ്ങനെ ആഗതമായി കർത്താവ് അറിയിപ്പെല്ലാം കൊടുത്തു. അല്ല, ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡത്തെയും നശിപ്പിക്കും. അത് കർത്താവ് പറയണം, ഭൂമുഖത്തുള്ളതെല്ലാം ഞാൻ നശിപ്പിക്കും. അപ്പം ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഭൂമിയുടെ മുഖത്ത്, ഭൂമിയുടെ പുറമേ ഉള്ളത് മുഴുവൻ നശിപ്പിക്കുന്നതാണ് കർത്താവ് പറഞ്ഞു. ജലപ്രളയം ഭൂമുഖത്തുള്ളവയെ മാത്രം നശിപ്പിച്ചുള്ളൂ എങ്കിൽ ഈ ജലം ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. ഭൂമിക്കുള്ളിൽ അഗാധമായ ഉറവുകൾ പൊട്ടി ആ ജലം പുറത്തേക്ക് വന്നു,
ഭൂമുഖത്ത് വെള്ളം നിറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതെല്ലാം നശിപ്പിച്ചു. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി അതിനപ്പുറത്തേക്കാണ് ഈ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നത്. അതിന് ഇവിടെ ആണവ ശക്തി കൊണ്ടുള്ള അഗ്നി കൊണ്ടാണ് ഭൂമിയെ നശിപ്പിക്കുന്നതെങ്കിൽ ഭൂമിക്കുള്ളിൽ ലാവ എന്ന് പറയുന്ന 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള ആ ലാവയും ഭൂമിക്ക് പുറത്തുള്ള 1,00,00,000 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള ചൂടും ഇത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോൾ ഭൂമിക്കുള്ളിലുള്ള മൺപടലം എന്നേക്കുമായി അഗ്നി തീ കുണ്ടമായിട്ട് മാറും. അതുകൊണ്ടാണ് വെളിപാട് ഇത് പറയുന്നത്, എന്താണ് പറയുന്നത്, തീയും ഗന്ധകം എരിയുന്ന അഗ്നി തടാകം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൂടുതൽ ഊന്നി പറയുന്നത്. അതായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പട്ടണത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്ത മൃഗങ്ങളും പക്ഷികളും ഇഴയന്തുക്കളും ആണും പെണ്ണുമായി 2 വീതം നോഹയുടെ കൂടെ പട്ടണത്തിൽ കയറി 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പെരുകാൻ തുടങ്ങി. നോഹയുടെ ജീവിതത്തിന് 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളുടെ ഉറവിൽ പൊട്ടിയൊഴുകി. ആകാശത്തിൻ്റെ ജാലങ്ങൾ തുറക്കപ്പെട്ടു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അത് 40 നാൾ 40 ദിവസം എന്ന് പറയാം. അത് കൂടുതൽ വെളിപ്പെടുന്നത് വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ഉൽപ്പത്തിയുടെ ദിവസം 6-ാം അധ്യായം 17-ാം തിരുവചനം. ഇനി ഈ വചനത്തെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തെ വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സംഭവമാണ് നടക്കുന്നത്. 40 നാൾ വെള്ളപ്പൊക്കം തുടർന്നു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയിലെ അവസ്ഥയല്ല വെളിപാട് ഗ്രന്ഥത്തിൽ ഇതേ സംഭവം. അവിടെ നടക്കുന്നത് 40 നാൾ എന്ന് പറയുന്നത് ആണവ ബോംബിൻ്റെ സ്ഫോടനമാണ്. ആ ആണവ ബോംബിൻ്റെ സ്ഫോടനം എന്ന് പറയുന്നത് 40 നാൾ സംഭവിക്കുന്നത് 40 കഴിഞ്ഞിട്ട് 45 ദിവസം കൂടെ ഉണ്ട് വെളിപാടത്തെ ആസ്പദമാക്കി. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഈ 40 നാൾ ഗോഗ് മാഗോഗ് യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ വെള്ളപ്പൊക്കം കൊണ്ടുള്ള പ്രളയമാണ് സംഭവിച്ചതെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് അത് മാറി വെളിപാട് ഗ്രന്ഥത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ 40 നാൾ സംഭവിക്കുന്നത് ആണവ യുദ്ധവും ആണവ യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഗ്നിയുടെ തീയുമാണ്. അത് ബഹിരാകാശത്ത് സംഭവിക്കുമ്പോൾ അവിടെ നിന്ന് തീ ഭൂമിയിലേക്ക് വരുന്നു. ആ ബഹിരാകാശത്തെ സ്ഫോടനത്തിൻ്റെ വൈബ്രേഷൻ മൂലം നക്ഷത്രങ്ങളും ഉൽക്കകളും ഗ്രഹങ്ങളും ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ ഭൂമിയിലെ അഗാധങ്ങളിലേക്ക് ഈ നക്ഷത്രങ്ങൾ ഇറങ്ങിച്ചെന്ന് വലിയ ഗർത്തങ്ങളുണ്ടാകുന്നു. അവിടുന്ന് തീച്ചോളി നിന്ന പോലെ ലാവ തടാകം ഭൂമിയിലേക്ക് പുറത്തേക്ക് വരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ആണവസ്ഫോടനം കൊണ്ട് അതിൻ്റെ അഗ്നി കൊണ്ട് മൺപടലങ്ങൾ കത്തിച്ചാമ്പലാകുന്നു. അങ്ങനെ 40 ദിവസം തുടർച്ചയായി ആണവ സ്ഫോടനങ്ങൾ ഭൂമിയിൽ നടക്കുമെന്നും അപ്പോൾ അതിനുശേഷം ഈ ആകാശവും സൂര്യനും ചന്ദ്രനും ഭൂമി അപ്രത്യക്ഷമാവുന്ന ആ അപ്രത്യക്ഷീകരണം, അതുകൊണ്ടാണ് പറഞ്ഞാൽ ഭൂമിയോട് കൂടി ഞാൻ ജഡത്തെ നശിപ്പിക്കുന്നു പറഞ്ഞെങ്കിൽ ഇനി ആ 40 ദിവസം സംഭവിക്കുന്നത് ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ചന്ദ്രനെയും ഭൂമിയും പ്രപഞ്ചത്തെ മുഴുവനും മാറ്റുന്ന ഒരു വലിയ സംഭവം. അതായത് ജഡരൂപമുള്ള വസ്തുരൂപമുള്ള പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും ആത്മാവ് ഉള്ള വ്യക്തികളെ അല്ലാതെ ഉള്ള എല്ലാ വസ്തുക്കളും, അതായത് ആത്മാവുള്ള വ്യക്തികളെ മാത്രം നിലനിർത്തുകയും അതിനെ രക്ഷിക്കുകയും മറ്റുള്ള എല്ലാത്തിനെയും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്ന ആ വലിയ സംഭവത്തെയാണ് ശരിയായ ഇവിടെ ജലപ്രളയമാണെങ്കിൽ അവിടെ അഗ്നിപ്രളയമാണ്. ആ സംഭവം നടക്കുന്നത് 2034 ജനുവരി 1 മുതൽ 2034 ഫെബ്രുവരി 15-ാം തീയതി വരെ, 15-ാം തീയതി 10-ാം തീയതി വരെ, ബാക്കിയുള്ള 5 ദിവസം മറ്റു ചില സംഭവം നടക്കുന്നുണ്ട്. അത് പിന്നീട് അവസരത്തിൽ പറയാം. അതിൽ പഴയ വീഡിയോയിൽ കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതും വലിയ ആണസ്ഫോടനം തന്നെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ലോകത്തുനിന്ന് ഇല്ലാതെയായി വന്ന ഏറ്റവും അവസാനം സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ കത്തിച്ചാമ്പലാവുകയും അവിടെ പ്രപഞ്ചം മാറ്റപ്പെടുകയും സ്വർഗം കാണപ്പെടുകയും പ്രപഞ്ചം മാറ്റപ്പെട്ടപ്പോൾ ഉണ്ടായ മറ്റൊരു സംഭവമായ പാതാളം രൂപം പ്രാപിക്കുകയും പ്രപഞ്ചം മാറ്റപ്പെട്ടപ്പോൾ ഉണ്ടായ സ്വർഗത്തിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിക്കുകയും ഭൂമിയിലെ ആത്മാവിൽ ഉറങ്ങുന്ന ആത്മാക്കളെ ഉയർത്തി രക്ഷിച്ച് തൻ്റെ മഹത്വത്തോട് ചേർത്ത് കൊണ്ടുപോയി ചെയ്യുന്ന വലിയ സംഭവമാണ് വിധി ദിവസവും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത് നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അത് ഒന്നുകൂടി ഊന്നി പറയാൻ കാരണം വെച്ചാൽ ഈ 40 എന്ന സംഖ്യയ്ക്കും ഈ ജഡം എന്ന ആ വാക്കിനും ഒക്കെ വലിയ അർത്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുണ്ട്. ഈ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ജഡരൂപമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നാൽ
ആ മനുഷ്യനെ അഗ്നിക്കിരയാക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. കാരണം ഇവിടെ ജലപ്രളയത്തിൽ ജഡരൂപമുള്ള എല്ലാ വ്യക്തികളെയും, മനുഷ്യരായാലും മൃഗങ്ങളായാലും അത് പക്ഷികളായാലും ഇഴയന്തുക്കളായാലും എല്ലാ ജഡരൂപമുള്ള വസ്തുക്കളെയും ജീവജാലങ്ങളെയും കർത്താവ് ജലം കൊണ്ട് നശിപ്പിച്ചുവെങ്കിൽ, പിന്നീട് യേശുവിൻ്റെ രണ്ടാമത്തവരിൽ ആണവ സ്ഫോടനത്തിൻ്റെ അഗ്നി കൊണ്ടുള്ള കഴുക്കിൽ, അഗ്നി കൊണ്ടുള്ള കത്തിക്കലിൽ ജഡരൂപമുള്ള എല്ലാ വസ്തുക്കളെയും അഗ്നിക്കിരയാക്കുകയും ചെയ്യും. ഇത് രണ്ട് ഒരേ സംഭവത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് തലമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഭൂമുഖത്തുള്ളതിനെ മാത്രമേ നശിപ്പിച്ചുള്ളൂ എങ്കിൽ ഭൂമിക്കുള്ളിലുള്ളവയെയും നശിപ്പിക്കുന്ന സംഭവമാണ് വെളിപാട് ഗ്രന്ഥത്തിലെ ഗോഗ് യുദ്ധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ. മറ്റൊന്ന് സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകുന്ന സംഭവമാണ്. അവിടെ ജലപ്രളയം കൊണ്ട് ഭൂമുഖത്തുള്ളവയെ നശിപ്പിച്ചപ്പോൾ ആ സൂര്യനും ചന്ദ്രനും ഒരു സംഭവം നടന്നില്ല. ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും അങ്ങനെ നിലനിന്നു. ആ ഭൂമുഖത്തുള്ളതെയാണ് നശിച്ചത്. എന്നാൽ ഇനിയുള്ള സംഭവം എന്ന് പറയുമ്പോൾ, ഈ 40 നാൾ സംഭവിക്കുന്ന ആണവ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് അഗ്നി കൊണ്ട് സംഭവിക്കുന്നത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ അപ്രത്യക്ഷമാകുന്ന, കത്തിച്ചാമ്പലായി നശിച്ച് എന്നേക്കും ഇല്ലാതായി മറ്റൊരു സംഭവം നടക്കുന്ന സംഭവത്തെ ഈ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ്. അതായത് 2033 യുഗാന്ത്യത്തിന് ശേഷം വരുന്ന 40 ദിവസം അഥവാ 45 ദിവസം, ആ ദിവസമാണ് ഈ ഭൂമുഖത്തുള്ള എല്ലാ സംഭവത്തെയും ജഡരൂപത്തെ എന്നേക്കുമായിട്ട് സർവശക്തനായ ദൈവം ഇല്ലായ്മ ചെയ്യല്ല, കത്തിച്ച് ചാമ്പലാക്കുകയല്ല ചെയ്യുന്നത്. കത്തിച്ച് ചാമ്പലായി കിടക്കുന്ന ആ അഗ്നി തടാകത്തിലേക്ക് എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. അവിടെ നിത്യമരണം സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ശരീരം കത്തിച്ചാമ്പലായി പോകുന്നില്ല. ഒരാത്മാവ് കത്തിച്ചാമ്പലായി പോകുന്നില്ല. ആത്മരൂപമുള്ള മനുഷ്യൻ അവിടെ കിടന്ന് വേദന അനുഭവിക്കുന്ന, അതും എന്നേക്കും നിത്യകാലത്തേക്ക്. പിന്നെ സൂര്യചന്ദ്രൻ ഇല്ലാത്തതുകൊണ്ട് ദിനരാത്രങ്ങളില്ല. അപ്പോൾ ആ അഗ്നി തടാകത്തിൽ പെട്ടുപോയ ഒരാൾ പറയുകയാണ്, സാരമില്ല, 10 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരും, നമ്മളെ നരകത്തിൽ നിന്ന് കൊണ്ടാകാൻ എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ അവിടെ യാഥാർത്ഥ്യമാണോ? അവിടെ യേശുണ്ടോ? പിന്നെ സഭയുണ്ടോ? ഉദാശയുണ്ടോ? കുമ്പസാരമുണ്ടോ? മനുഷ്യനുണ്ടോ? ജനാധിപത്യമുണ്ടോ? രാജഭരണമുണ്ടോ? സുവിശേഷമുണ്ടോ? പ്രഘോഷണമുണ്ടോ? ധ്യാനമുണ്ടോ? ധ്യാന സെൻറ്ററുകളുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അടുത്തയാൾ വിളിച്ചു പറഞ്ഞു, 1000 വർഷം കഴിയുമ്പോൾ യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരും, നമ്മൾ ഈ പാതാളത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടു. ഇതാ അങ്ങ് ദൂരെ സ്വർഗത്തിൽ വലിയ ആനന്ദവും സന്തോഷവും കാണുന്നു, നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അവരുടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അവർ കിടന്ന് നിലവിളിക്കും, വിലാപവും പല്ലുകടിയും. എന്തൊരു വലിയ ആ വിലപിക്കലും എത്രയോ വലിയ പല്ലുകടിയുമായിരിക്കും അവിടെ സംഭവിക്കുക. അപ്പോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ എത്ര നിസ്സാരം, ഇതിങ്ങനെ വെറുതെ എൻ്റെ പൊന്നും പുത്രനെ ഇങ്ങനെ ചുമ്മാ എഴുത് വാദവരാത് പറയല്ലേ, ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളല്ല കേട്ടോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ആണവ സ്ഫോടനമേ ഇല്ല. ഒന്നാമത് സൂര്യനും ചന്ദ്രനും ഭൂമി അപ്രത്യക്ഷമാകുന്ന പ്രശ്നങ്ങളില്ല. ഇതൊക്കെ സാങ്കല്പികമായിട്ട് എഴുതി വെച്ച കുറേ കാര്യങ്ങൾ. ഈ ജലപ്രളയം എന്ന് പറഞ്ഞതൊക്കെ ഏതോ കാലം സംഭവിച്ചതാണ്. അതൊക്കെ ചുമ്മാ സാങ്കല്പികമായിട്ട് എഴുതി വെച്ചു. അതൊക്കെ സംഭവിച്ചില്ല, നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ജലപ്രളയത്തെക്കുറിച്ച് പറയുന്നത്? 6000 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യം ഇപ്പോൾ എന്തിനാണ് പറയുന്നത്? പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. സർവശക്തനായ ദൈവം പറയുകയാണ്, അന്ന് ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ ഇന്ന് അഗ്നിപ്രളയം കൊണ്ടാണ് നശിപ്പിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ആ അഗ്നി ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത്. ആ അഗ്നിയാണ് ആണവ ബോംബുകൾ, ആണവ സ്ഫോടനങ്ങൾ നടന്നയാൽ, ഹൈഡ്രജൻ ബോംബുകൾ, അങ്ങനെ അതിൻ്റെ വിവിധ വെർഷനുകൾ, വിവിധ രീതിയിലുള്ള സ്ഫോടനം നടന്നാൽ വലിയ അഗ്നിരൂപം പ്രാപിക്കുന്ന സംഭവം ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട റെഡിയാണ്, മനുഷ്യരുടെ കയ്യിലുണ്ട്. അതൊന്ന് പൊട്ടേണ്ട താമസമേ ഉള്ളൂ. ആ പൊട്ടുന്ന നിമിഷത്തിൽ തന്നെ ഈ വലിയ അഗ്നി തടാകം രൂപം പ്രാപിക്കുകയും ഇത് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയും ചെയ്യും. അത്ര സത്യമായി, സയൻറ്റിഫിക്കായി, ശാസ്ത്രീയമായി, കെമിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ട്, ശാസ്ത്രീയമായിട്ട്, രാഷ്ട്രീയ സംബന്ധമായ ശാസ്ത്രജ്ഞന്മാരുടെ കറോഫിൽ ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടുണ്ടാക്കി റെഡിയാക്കി മിസൈൽ സംവിധാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവത്തിൻ്റെ കീഴിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വെറുതെ സാങ്കല്പിക ഭാഷ പറയുകയല്ല, പ്രിയപ്പെട്ടവരെ. അന്ന് ജലപ്രളയത്തെ നമുക്ക് മറക്കാം. ജലപ്രളയത്തെ ഇത് സംഭവിച്ചില്ല നമുക്ക് തള്ളിക്കളയാം. ഈ ജലപ്രളയവും ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഈ ആണവ സ്ഫോടനത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുകയില്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, പരമസത്യം. അന്നത്തെ ജനം വിശ്വസിച്ചില്ല. നോഹ പറഞ്ഞു, 7 ദിവസം കഴിയുമ്പോൾ ഈ ഭൂമി 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂതലത്തിൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പെരുകി തുടങ്ങി. നോഹയുടെ ജീവിതത്തിൻ്റെ 600-ാം വർഷം അവർ 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളുടെ ഉറവിൽ പൊട്ടിയൊഴുകി. ആകാശത്തിലെ ജാലകത്തോട് 40 രാവും 40 പകലും രാത്രിയും മഴ പെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ സങ്കല്പം, അതൊക്കെ ശരി, കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സംഭവിക്കുന്നത് 40 ദിവസം ഭൂമിയിൽ
ആണവ മിസൈലുകൾ വന്ന് വീണുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മഴ പോലെ വന്ന് വീണുകൊണ്ടേയിരിക്കും. ഓരോ സ്ഫോടനവും ഓരോ ഭൂഖണ്ഡങ്ങളിൽ, ഓരോ രാഷ്ട്രങ്ങളിൽ, ഓരോ നഗരങ്ങളിൽ, ഓരോ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ വീണമെന്ന് ശാസ്ത്ര സമൂഹം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് വീഴുമ്പോൾ, പൊട്ടുമ്പോൾ അഗ്നിപ്രളയമുണ്ടാവുകയും, ഇതൊക്കെ സത്യമായിരുന്നല്ലോ. വിശുദ്ധഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ കുറേ ഇങ്ങനെ പറയുന്നതും കേട്ടിരുന്നു. പക്ഷെ ഒന്നും വിശ്വസിക്കാൻ തോന്നിയില്ല. ഇപ്പോൾ യാഥാർത്ഥ്യമാണല്ലോ ദൈവമേ എന്ന് ഓർക്കുമ്പോൾ ഒന്ന് രക്ഷപ്പെട്ടാക്കാൻ വിചാരിച്ച് എങ്ങോട്ട് വിളിച്ചാലും ആരും കേൾക്കാനില്ല. ആരും കേൾക്കാനില്ലാത്ത അവസ്ഥയിൽ ഈ മനുഷ്യൻ്റെ നിലവിളി, ഈ വ്യക്തിയുടെ നിലവിളി, ജഡമുള്ള വ്യക്തികളെല്ലാം നിലവിളിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ജഡമുള്ള വ്യക്തി ഞാൻ ഭൂമിയോട് കൂടി നശിപ്പിക്കും. ആ ഒരു വാക്ക് ഇനിയും സംഭവിക്കാൻ, സത്യമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ജഡിക മനുഷ്യനെ, ജഡിക വസ്തുവായ ഭൂമിയോട് കൂടി നശിപ്പിക്കുമെങ്കിൽ ആത്മീയ മനുഷ്യനെ ഈ ജഡിക നാശത്തിൽ നിന്ന് രക്ഷിക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കേണ്ടത്. അതിനാണ് നമ്മുടെ സഭയുടെ പ്രാധാന്യം, കുംഭസാരത്തിൻ്റെ പ്രാധാന്യം, ധ്യാനത്തിൻ്റെ പ്രാധാന്യം, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, സുവിശേഷത്തിൻ്റെ പ്രാധാന്യം, ധ്യാനങ്ങളുടെ പ്രാധാന്യം, ഏകദിന പ്രോഗ്രാമുകൾ, വചനപ്രഘോഷണങ്ങൾ, നല്ല കുംഭസാരങ്ങൾ, സത്പ്രവൃത്തി നിറഞ്ഞ പുണ്യപ്രവൃത്തികൾ, അനാഥർക്കും ദരിദ്രർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്, അനാഥരും ദരിദ്രർക്കും കൊണ്ട് പണം കൊണ്ട് കൊടുക്കുന്നത്, ഇതെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലം ചൂടിയ വ്യക്തിയുടെ പ്രവൃത്തികളാണ്. അത്തരം പ്രവൃത്തിയുള്ളവർ ജഡീയ മനുഷ്യരല്ല, അത് ആത്മീയ മനുഷ്യരാണ്. ആ ആത്മീയ മനുഷ്യർക്കാണ് രക്ഷ കിട്ടുന്നത്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3:10, വെളിപാട് 3:10 പറയുന്നത് എന്താണ്? സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. ഇവിടെ കർത്താവ് മോശയോട് പറയാണ്, ഭൂമുഖത്ത് നീതിമാനായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നിങ്ങളെ എന്ന് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല, വെളിപാടിൻ്റെ പുസ്തകത്തിലും നിങ്ങളെ എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എത്ര ശ്രദ്ധാപൂർവമാണ് സർവശക്തനായ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് തിരുവചനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്, എഴുതി കൊടുത്തതെന്ന് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വെറുതെ വായിച്ചു പോയാൽ നമുക്കൊരു അമ്പും തുമ്പും നമ്മുടെ തലയ്ക്കത്ത് കയറില്ല. പ്രിയ സഹോദരങ്ങളെ, തിരുവചനം വായിക്കണമെങ്കിൽ ഹൃദയവിശുദ്ധി ഉണ്ടായിരിക്കണം, ഹൃദയത്തിൽ നീതിനിഷ്ഠയുണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം വേണം. കള്ളു കുടിച്ചിട്ടും അതും ഇതും കണ്ടിട്ടും ചീത്ത കണ്ടിട്ടും ചീട്ട് കളിച്ചിട്ടും തോന്നുപോലെ കയറി വന്നിട്ട് വചനെടുത്ത് വായിച്ചാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഈ തിരുവചനത്തെ, ഓരോ വചനത്തെ എടുത്തു വെച്ച് വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കുന്നതായി എൻ്റെ ഹൃദയത്തിലേക്ക് തോന്നുകയും അതിൻ്റെ ആശയ സംവാദങ്ങൾ പരിശുദ്ധാത്മാവും ഞാനുമായി, അല്ലെങ്കിൽ യേശുവും ഞാനുമായി, അല്ലെങ്കിൽ വായിക്കുന്നയാളും യേശുവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇത് ശരിയാണോ കർത്താവ്, ഇത് ശരിയാണോ ഈശോയെ, ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ തക്കവിധം ഒരാത്മാവിൻ്റെ വിശുദ്ധിയുണ്ടെങ്കിൽ അവൻ ആത്മീയ മനുഷ്യനാണെങ്കിൽ, ജഡിക മനുഷ്യനല്ലെങ്കിൽ ആത്മീയ മനുഷ്യനാണെങ്കിൽ അവനോട് കർത്താവ് സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇനി വരുന്ന 2034, അതായത് 2033 ശേഷം വരുന്ന 45 ദിവസം, 2034 ജനുവരി 1-ാം തീയതി മുതൽ 2034 ഫെബ്രുവരി 15-ാം തീയതി വരുന്ന 45 ദിവസം സംഭവിക്കാതിരിക്കുന്നത്. ആ 45 ദിവസമാണ് എന്ത് സംഭവിക്കുക? 40 നാൾ മഴ പെയ്തു എന്ന് പറഞ്ഞതുപോലെ 45 നാൾ ആണവസ്ഫോടനം, ഗോഗ് മാഗോഗ് യുദ്ധം ഭൂമിയെ സംഭവിക്കും. അതോടുകൂടി ലോകം എന്നേക്കുമായി അപ്രത്യക്ഷമാവുകയും മറ്റൊരു പുതിയ ഒരു രാജ്യം, അത് സ്വർഗരാജ്യം, നിത്യജീവൻ്റെ ആസ്ഥാനം, നിത്യജീവൻ കുടികൊള്ളുന്ന സ്ഥലം രൂപം പ്രാപിച്ച് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയും നമ്മളെ, അപ്പോൾ അതാണ് തെസ്സലോനിക്കർക്കെഴുതി പറഞ്ഞത്, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും എന്ന വചനം അവിടെയാണ്. സംവഹിക്കപ്പെട്ട് ആ സ്ഥിരതയുള്ള രാജ്യത്തിൽ, ആ വിശുദ്ധിയുടെ രാജ്യത്തിൽ, ആ നിത്യതയുടെ രാജ്യത്തിൽ നമ്മളെ കൊണ്ടയാക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ വചനങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ സത്യമായിരുന്നു തെളിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ജലപ്രളയത്തിൻ്റെ അന്ത്യം 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹപട്ടത്തിൽ താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അതൊക്കെ നോക്കണം നമുക്ക്. അതൊന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതൊക്കെ അന്നത്തെ സംഭവിച്ച കാര്യങ്ങൾ. ജീവനുള്ള സകല ജഡത്തിൽ നിന്ന് വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. അപ്പോൾ ആ 40 നാളാണ് നമുക്കിനി 40 ദിവസത്തെ ആണവയുദ്ധം ഭൂമിയിലുണ്ടാവുക. ഇതിങ്ങ് എത്തി പ്രിയ സഹോദരങ്ങൾ. അല്ലാണ്ട് ഇത് ചില ധ്യാന സെൻ്ററുകളിലൊക്കെ ചെല്ലുമ്പോൾ, ചില സഭാ വിഭാഗങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കേട്ടൊരു സംഭവമാണ്. അതിപ്രകാരമാണ്, യേശുക്രിസ്തുവിലൂടെ 1000 വർഷത്തെ ഭരണം. അപ്പോൾ
2033 യുഗാന്ത്യമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. ഒത്തിരി സഭാംഗങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ആ സമ്മതിച്ച ശേഷം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ദുഷ്ടത ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും സംവിധാനങ്ങളെയും ആശയങ്ങളെയും ഇല്ലാതെയാക്കുകയും നീതിയും സ്നേഹവും സന്തോഷമുള്ളവരെല്ലാം ഒരുമിച്ച് കൂട്ടി പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയുമായി ഭൂമിയിൽ യേശുവിൻ്റെ കൂടെ 1000 വർഷം ജീവിക്കുന്നു. അതിനുശേഷമാണ് പിന്നീടുള്ള സ്വർഗരാജ്യത്തെ ജീവിതം വരുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു ഗോഗുമാഗ് യുദ്ധം വരുന്നുണ്ട്. അതിൽ വിജയിക്കുന്നു. പിന്നെ ആകാശത്തെയും ഭൂമിയെ ഇല്ലാതാക്കുന്നു. അതിനുശേഷം സ്വർഗരാജ്യം വരുന്നു എന്നാണ്. പക്ഷേ നമുക്ക് തെറ്റുപറ്റി പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം അവസാനം യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ യുഗാന്ത്യത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കും എന്നുകൂടി അർത്ഥമുണ്ട്. അത് തന്നെയുമല്ല, ഒരു യുഗം അവസാനിച്ചാൽ മറ്റൊരു യുഗം പുറകെ വരണമല്ലോ. അപ്പോൾ ആ പുതിയതായിട്ട് വരുന്ന യുഗത്തിൽ പിന്നെ ദൈവം ഇല്ലല്ലോ, യേശു ഇല്ലല്ലോ. വെറുതെ മനുഷ്യബുദ്ധിയിൽ കേൾക്കുമ്പോൾ അല്പം ചിന്തിച്ചിട്ട് വായിച്ചാൽ നമുക്ക് ചിന്തിക്കാം, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പറഞ്ഞെങ്കിൽ ഈശോ പറയുകയാണ്. അപ്പം നമുക്കിങ്ങനെ ചിന്തിക്കാം, യുഗാന്ത്യം കഴിഞ്ഞ് മറ്റൊരു യുഗം വരുമ്പോൾ യുഗാന്ത്യം വരെ യേശു ഉള്ളൂ, മറ്റൊരു യുഗത്തിൽ യേശു ഇല്ല. അപ്പോൾ മറ്റൊരു യുഗം ഇവിടെ അല്ല എന്നർത്ഥം. 6000 വർഷം 6 യുഗം പൂർത്തിയാവുന്ന 6000 വർഷം പൂർത്തിയാവുന്ന യുഗാന്ത്യം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശു ഭൂമിയിലില്ല. പിന്നെ യേശുവുള്ള സ്ഥലം എവിടെയാണ്? ആ സ്ഥലമാണ് 7-ാം യുഗം. 7-ാം യുഗം സ്വർഗയുഗം. സ്വർഗയുഗം എന്ന് പറയുന്നത് 2033 ശേഷം വരുന്ന 1.5 മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആ പുതിയ യുഗം. അതാണ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമായി ഈ അഗ്നിത്തടാവും ഭൂമി രൂപപ്പെടുകയും ഭൂമിയിലെ ആണവായുധങ്ങൾ മുഴുവൻ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ പ്രപഞ്ചമില്ലാതായിക്കൊണ്ട് മറ്റൊരു സ്വർഗരാജ്യം എന്ന പരമസത്യം നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് പരമയാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഉൽപ്പത്തിയെയും വെളിപാടിനെയും ഇങ്ങനെ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്കിതിൻ്റെ ഉള്ളിൽ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാനുള്ള കാര്യം, ഭൂമിക്ക് കീഴെ ആകാശത്തിന് കീഴെ ജീവശ്വാസമുള്ള എല്ലാ ജഡവും ഞാൻ നശിപ്പിക്കും. അപ്പോൾ ജീവശ്വാസമുള്ള ജഡം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കന്നുകാലിക്ക് ജീവശ്വാസമുണ്ട്. വായു വലിയ പട്ടി, കോഴി, പൂച്ച, വന്യമൃഗങ്ങളെല്ലാം വായു ശ്വസിക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് മനുഷ്യനും വായു ഉള്ളിലേക്ക് വലിക്കുന്നു, പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് തുല്യമായ, മൃഗങ്ങളെപ്പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന മനുഷ്യൻ എന്നർത്ഥം. അപ്പോൾ മൃഗശരീരവും മനുഷ്യ ശരീരവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാം ശ്വാസം വലിക്കുന്നു, പുറത്തേക്ക് തള്ളുന്നു. അതാണ് ജഡം. എന്നാൽ ആത്മാവിനെ ഉള്ളിലേക്ക് ആവഹിക്കുകയും ആത്മാവിനെ വിശുദ്ധി കൊണ്ട് നിറച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസം പറയുന്നത് പരിശുദ്ധമായ ശ്വാസോച്ഛ്വാസമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസമുള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ. അവിടെ ആത്മാവുള്ള മനുഷ്യനെ, ദൈവാത്മാവുള്ള മനുഷ്യനെ കർത്താവ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതാണല്ലോ ഈ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണല്ലോ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒന്ന് ജഡമനുഷ്യനാണെങ്കിൽ മറ്റത് ആത്മമനുഷ്യൻ. അതുകൊണ്ടാണ് വെളിപാട് 18:3 പറയുന്നത്, അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് സർവശക്തനായ പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാനിലൂടെ എഴുതി വെച്ചപ്പോൾ ഈ അശുദ്ധവും ഭീവത്സവുമായി ഏതെങ്കിലും ഒരു പക്ഷിയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാകുന്ന പ്രാവാകുന്ന പരിശുദ്ധാത്മാവല്ലാതെ ഏതെങ്കിലും പക്ഷിയുടെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി, പഠിച്ചു നോക്കി, ഉണ്ടോ ഇല്ലയോ എന്ന് തീർപ്പ് വരുത്തി ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ ലോകത്ത് ജീവിക്കാൻ. പ്രിയ സഹോദരനെ, കാണാം ആണവയുദ്ധവും നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിൽ വലിയ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തെ നമ്മൾ കൺമുമ്പിൽ കാണാൻ പോവുകയാണ്, നേരിടാൻ പോവുകയാണ്. ഈ പ്രശ്നങ്ങളെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യമായി കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു സാങ്കല്പികമായിട്ടുള്ള സംസാരമല്ല, സാങ്കല്പികമായ ഒരു വചനപ്രഘോഷണമല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ തക്കവിധം നമ്മൾ മുന്നോട്ട് നോക്കി കാണാൻ പോവുകയാണ് സംഭവം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളുടെ ആഴങ്ങൾ എന്നെ ബോധ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ അനന്തശക്തി എൻ്റെ മനോശരീരങ്ങളെ വിശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് എന്നെ അഗ്നി കൊണ്ട് കഴുകി പരിശുദ്ധി കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ്
എന്നിലെ അസ്വസ്ഥതകൾ, രോഗപീഠകൾ, ക്ഷീണങ്ങൾ, ആകുലത, ഉത്കണ്ഠകൾ എടുത്തു മാറ്റുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നി എൻ്റെ ശിരസിൽ നിന്ന് കാലിൻ്റെ ഉള്ളം കാല് വരെ യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, ആ അഗ്നി കൊണ്ട് എന്നെ കഴുകപ്പെടുമ്പോൾ എന്നിലെ എല്ലാ അസ്വസ്ഥയും അശുദ്ധിയും ചീത്ത സ്വഭാവങ്ങളും ഉത്കണ്ഠകളും ആകുല എടുത്തു മാറ്റുമാറാകട്ടെ. സമ്പൂർണ്ണ വിശുദ്ധിയും സമ്പൂർണ്ണ രോഗശാന്തിയും തന്ന് പരിശുദ്ധാത്മാവെന്നെ നയിക്കുമാറാകട്ടെ. മരണം കാണാതെ നിത്യജീവനിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവിധം എൻ്റെ മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധി നിറഞ്ഞൊരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശമുള്ള ശരീരഘടനയോട് കൂടിയ വ്യക്തിയുടെ രൂപാന്തരീകരണമായിട്ട് എൻ്റെ ആത്മാവിനെ രൂപപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ സഭ ഉണർന്ന് വലിയ ശക്തമായൊരു പ്രഘോഷണമോ ഒരു ആരാധനയോ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന് ഉത്കണ്ഠപ്പെടേണ്ടതില്ല. അതിന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും സർവ്വശക്തനായ ദൈവം കേൾക്കും. അല്ലെങ്കിൽ കുറവുള്ളവർ ഓടിപ്പോയി ഏതെങ്കിലുമൊക്കെ ധ്യാനം കൂടി ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധി പ്രാപിച്ചു ഒരു ആത്മപരിശോധനയുടെ സമയം അടുത്തടുത്ത് വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിന് ചൈന ആയിട്ട് ഇടപെടും. അത് ബാംഗ്ലാദേശുമായിട്ട് പ്രശ്നങ്ങൾ നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ പ്രശ്നങ്ങൾ കലുഷിതമാകുമ്പോൾ ഈ നമ്മുടെ മുമ്പിൽ നിന്ന് പെട്രോൾ ഡീസൽ ഇല്ലാതെ വരുന്നു, ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്നു, സമ്പത്ത് കയ്യിൽ ഇല്ലാതെ വരുന്നു, ഭക്ഷണം കിട്ടാതെ വരുന്നു, ഉള്ള ഭക്ഷണം സമയത്ത് കിട്ടുന്നില്ല, അങ്ങനെ രോഗം സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ അങ്ങനെ വരുമ്പോൾ കുടുംബങ്ങളിൽ മരണം പെരുകാൻ തുടങ്ങും. അങ്ങനെ മരണം പെരുകാൻ തുടങ്ങുമ്പോൾ കുടുംബത്തിൽ പ്രായാധിക്യമുള്ളവരൊക്കെ പെട്ടെന്ന് മരിക്കും. ചിലപ്പോൾ മാതാപിതാക്കളോ മക്കളോ നമ്മുടെ കൂടപ്പിറപ്പുകളോ ഒക്കെ മരിക്കുന്നു. ഒരു ഇടവകയിൽ തന്നെ 8, 10, 10, 15, 10, 20, 10, 30 മരണങ്ങളൊക്കെ ഒരു ദിവസം കാണുന്ന അവസ്ഥ വരും. അങ്ങനെ മരണം എണ്ണം കൂടുമ്പോൾ നമുക്കറിയാം ആ മൃതശരീരങ്ങൾ അടക്കുക നമ്മുടെ സിമിത്തേരികൾ തികയാതെ വരും. അങ്ങനെ തികയാതെ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുഴിച്ചിടും. അങ്ങനെ ജഡമായ മനുഷ്യൻ ജഡത്തിലേക്ക് പിന്തിരിയാൻ ഉള്ള രീതിയിൽ ഉള്ള ക്രമീകരണം ലോകത്ത് വരും. അപ്പോൾ തന്നെ കർത്താവ് ജഡമനുഷ്യനെ തിരിക്കും. എന്നാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മരിക്കാതെ ഇരുന്ന് ജീവിച്ച് നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവിധം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അതിനിഗൂഢ രഹസ്യങ്ങളെ നാം കണ്ടെത്തി അതിലായിരുന്നാൽ യേശുവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നമ്മുടെ സഭയോ നമ്മളോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സഭാതലത്തിലോ അത് കണ്ടെത്താനോ അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ സ്വാംശീകരിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള അവസരം എളിയദാസിൽ കൂടുതൽ കിട്ടും. അതായത് ഇനി ജീവിച്ചിരിക്കുക എന്നത് പരമസത്യമാണ്. മരിക്കാതെ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തക്ക രീതിയിലുള്ളൊരു ക്രമീകരണം ശരീരത്തിൽ ആവശ്യമാണ്, മനസ്സിൽ ആവശ്യമാണ്, ആത്മാവിൽ ആവശ്യമാണ്. അത്ര പരിശുദ്ധിയോടെ ജീവിച്ചിരുന്നാൽ നാം മരിക്കാതെ സർവശക്തനായ ദൈവം നമ്മളെ വാനം. അതുകൊണ്ടാണ് പറഞ്ഞ ലേഖനത്തിൻ്റെ ആ വചനം ഓർത്തിരിക്കണം. അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടും, സംവഹിക്കപ്പെടുന്ന കൈകളിൽ വന്ന് താങ്ങിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തി എടുത്ത് തോളത്തിൽ വെച്ച് മേലിട്ട് പൊങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് നമുക്ക് തോന്നും അസംഭവ്യം, സംഭവിക്കാത്ത കാര്യം, വിഡ്ഢിത്തം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിനൊക്കെ വലിയ നിഗൂഢ രഹസ്യങ്ങളും അർത്ഥങ്ങളും കൊണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി മരിക്കാതെ ജീവിക്കാനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തി അതിലായിരിക്കണം. മരണം ആർക്കാണ്? ജഡത്തിനാണ്. ഭൂമിയോട് കൂടി ജഡാവസ്ഥയെ നശിപ്പിക്കുന്ന കർത്താവുണ്ട്. എന്നാൽ ഭൂമിയിൽ ചേരാനുള്ളതല്ല ആത്മീയ മനുഷ്യൻ. അവനെ സ്വർഗത്തിലേക്ക് നിത്യജീവൻ്റെ സ്ഥലത്തേക്ക് എടുക്കപ്പെടാനുള്ളത്. അതിലെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറട്ടെ. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സംവിധാനങ്ങൾ പെട്ടെന്ന് ഇല്ലാതെയാവും. നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി നിന്നുപോകും, യാത്ര ചെയ്യാൻ വാഹനങ്ങൾ ഇല്ലാതെ വരും, ഭക്ഷണപദാർത്ഥങ്ങൾ കിട്ടാതെ വരും, വിശുദ്ധ ബലി നിന്നുപോകും, നമുക്കൊരു ധ്യാനം ഇല്ലാതെ വരും, കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം ഒരു ശക്തമായ വിശുദ്ധീകരണ പ്രക്രിയ, കുമ്പസാരമായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ, ആരാധനയായിക്കോട്ടെ, വിശുദ്ധ ബലിയായിക്കോട്ടെ, എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് ഒന്നൊരുങ്ങി നിന്നു. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഓർത്തോണം നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇനി 2 ക്രിസ്മസ് മാത്രം. ഒരു ക്രിസ്മസ് കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ നമുക്കൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ 2026 സാധിച്ചെന്ന് വരികയില്ല. കാരണം ഈ യുദ്ധം മുന്നോട്ട് തുടർന്നു പോയാൽ, അല്ലെങ്കിൽ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ, ഇനി ഒരു ക്രിസ്മസ്, ഇനി ഒരു ഈസ്റ്റർ നമുക്ക് ലഭിക്കുകയില്ല. ഒരു പക്ഷേ അടുത്ത വർഷം കിട്ടിയേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. 27 ഒരിക്കലും ഇത് കിട്ടിയില്ല. ആഗോള യുദ്ധം എൻ്റെ പൂർണ്ണാവസ്ഥയിൽ പ്രവേശിക്കും. അളവ് സ്ഫോടനത്തോടുകൂടി തന്നെയായിരിക്കും യുദ്ധങ്ങൾ ആരംഭിക്കുക. അതിനുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഒരു നിമിഷം കൂടി കർത്താവ് കണ്ണുകളടച്ച്, കരങ്ങളടച്ച്,
കരങ്ങൾ കൂപ്പി കർത്താവായി യേശു ക്രിസ്തുവിനെ വിളിക്കാൻ നമുക്ക് സമയമായി. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഈശോനാഥ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ ധ്യാനിക്കുന്നു. ജഡത്തോടുകൂടി ഈ ഭൂമിയോടുകൂടി അങ്ങ് നശിപ്പിക്കുന്ന ജലപ്രളയമല്ല ഇനി വരാൻ പോകുന്നത്, മറിച്ച് അഗ്നി കൊണ്ടുള്ള പ്രളയമാണ്. അത് ആണവ സ്ഫോടനങ്ങളാണ്. അത് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. അതിൻ്റെ പരിണതഫലം അചിന്തനീയമാണ്. അതിനാൽ കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ള കുറവുകളെ അവിടുന്ന് നോക്കിക്കാണണമേ. എൻ്റെ കുറവുകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ വേദനകളെ, ഉത്കണ്ഠകളെ, ആകുലതകളെ അവിടുന്ന് ഒന്ന് കാണണമേ. ഞങ്ങളുടെ മേൽ കരുണവർഷിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ വിശദീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കരുണവർഷിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന അപ്പ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ഒന്ന് കണ്ട് പരിഹരിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളിൽ അങ്ങയുടെ ആത്മാവിനെ കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജഡശരീരമുള്ള മനുഷ്യൻ ജഡീയ വസ്തുക്കളെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ല കർത്താവെ, ആത്മാവുള്ള മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലെ രോഗപീഠകൾ, ക്ലേശങ്ങൾ, സഹനങ്ങൾ, ദുഃഖങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ സഹോദരരെ, നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, രൂപതയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ, കാലുവരുടെ പോട്ടെ. ലൂക്കാ 10:19, റോമർ 16:20 എന്ന വചനത്തിന് അത്യുന്ന ശക്തിയാൽ എല്ലാ അസ്വസ്ഥകളും എന്നിൽ നിന്ന്, എൻ്റെ ഭവനത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ, കാലുവരുടെ പോട്ടെ. നമ്മൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം, തീക്ഷ്ണമായി ജ്വലിക്കാം. ആമേൻ.